കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹായ് കൂട്ടുകാരെ, ഇന്ന് 4-ാം ഓണം. പൂവിളികളും പൂക്കളങ്ങളും ഓണപ്പാട്ടുകളും ഓണസദ്യയുമായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരു ഓണക്കാലം. നിങ്ങൾക്ക് ഓണസമ്മാനം കിട്ടിയോ? നാളെ കിട്ടുമല്ലോ. എങ്ങനെയെന്നല്ലേ? നാളെ സ്കൂൾ തുറക്കുകയല്ലേ. നല്ല വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ ഓണസമ്മാനം. ഓരോ ജയവും തോൽവിയും അടുത്ത വലിയ ഒരു വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറുക. കളിയും ചിരിയും പഠനവും ഒത്തുചേർന്ന ഈ വിദ്യാഭ്യാസകാലം ശുഭപ്രതീക്ഷയോടെ നേരിടുക തന്നെ ചെയ്യുക. റേഡിയോ പ്രിയോർ ജൈത്രയാത്ര തുടരുന്നു. ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് HFൽ നിന്നും രൂപ ടീച്ചറും കുട്ടികളും. പിന്നെ ഞാൻ ഏഞ്ചൽ ആൽഫ് സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം തന്നെ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തെക്കുറിച്ച് അലൻ ക്രിസ്റ്റി നമ്മോട് സംസാരിക്കുന്നു. സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. യുനെസ്കോയുടെ 1966 ഒക്ടോബർ 26 വെച്ച് നടന്ന 14ാമത്തെ ജനറൽ കോൺഫറൻസിൽ ഇത് ആദ്യമായി പ്രഖ്യാപിക്കുകയും 1967 ആദ്യമായി അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ആഘോഷിക്കുകയും ചെയ്തു. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സാക്ഷരതയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് എന്നതാണ് സാക്ഷരതാ ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി. തൂവാനത്തുമ്പികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ വരികൾ ഇപ്പോൾ നമുക്കായി ആലപിക്കുന്നത് 9Bയിൽ നിന്നും ദാവിപ്പോൾ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി, വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമം, ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി, വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമം, ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീതികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതോ. ഈ പ്രദക്ഷിണ വീതികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതോ. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയുന്നി ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി, വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമ, ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. നിന്റെ നീലരജനികൾ നിദ്രയോടുമിടയവേ, ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. നിന്റെ നീലരജനികൾ നിദ്രയോടുമിടയവേ, ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. അന്നു കണ്ട നീയാരു, ഇന്നു കണ്ട നീയാരു, എല്ലാം എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ.
ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇന്ന് സെപ്റ്റംബർ 7 ശ്രീനാരായണ ഗുരു ജയന്തി. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെക്കുറിച്ചും ഒരു ക്വിസ് രൂപത്തിൽ അവതരിപ്പിക്കുന്നത് തീർത്ഥ സുരേഷ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചതെന്ന് 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്മയുടെ പേരെന്ത്? ഉത്തരം കാളിയമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാലനാമം എന്ത്? ഉത്തരം നാണു. ആരാണ് കേരളത്തിലെ ബുദ്ധൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഏത്? ഉത്തരം ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം ഏത്? ഉത്തരം അരുവിപ്പുറം. അരുവിപ്പുറം ക്ഷേത്രത്തിലെ വരികൾ ഉൾപ്പെടുത്തിയ ഗ്രന്ഥം ഏത്? ഉത്തരം ജാതി നിർണയം. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു വിളിച്ചത് എങ്ങനെ? ഉത്തരം പെരിയസ്വാമി. ഏതു വർഷമാണ് അരുവിപ്പുറം ക്ഷേത്രം സൊസൈറ്റി രൂപീകരിച്ചത്? ഉത്തരം 1898. Janvi and Ansi will present a conversation between a granny and a doctor. Let's listen in. A long walk with Granny. Conversation between Granny and Doctor. Good morning, doctor. Good morning. How can I help you? I have been thinking all these days to fix an appointment with you. Okay, tell me what happened. I can't see well. Okay, let me check. Thank you, doctor. It's fine. How long have you been using this glass? I haven't changed it in years. Oh God, What's the matter, doctor? you should have checked in between and changed the glass. But we have no eye clinics in the village. Do you know using scratched glasses will weaken your eyesight? Is it so? I never know. Don't worry, a mild surgery could make you better. Thank you, doctor. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. പ്രക്ഷുബ്ധമായ ഏതൊരു മനസ്സിനെയും ശാന്തമാക്കാൻ പോരുന്ന ഒന്നാണ് സംഗീതം. നമ്മുടെ സുന്ദരിക്കുട്ടിയായ റേച്ചൽ റെൻസൺ നമുക്ക് വേണ്ടി പിയാനോ അവതരിപ്പിക്കുന്നു. ഒന്ന് കേട്ടു നോക്കിയാലോ?
ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നവരെ ഒറ്റയ്ക്കല്ല എന്ന തോന്നലുണർത്തി കരുത്തോടെ വഴി നടത്താനുള്ള ഒരുക്കമേക്കുക എന്നതാണ് ലോക ആത്മഹത്യാ പ്രതിരോധ ദിന ലക്ഷ്യം. ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യ പ്രതിരോധ ദിനം. ആത്മഹത്യക്ക് എതിരെയുള്ള പ്രചാരണത്തിനായി ഈ ദിവസം ആചരിക്കും. ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ലോകത്തിലെ ആകെ ആത്മഹത്യകളുടെ 20% ഇന്ത്യയിലാണ്. എന്നാൽ കോവിഡ് കാലത്ത് ആളുകൾക്ക് ഇടയിൽ ആത്മഹത്യാ പ്രവണത കൂടിക്കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഉള്ള പ്രായക്കാരുടെ മരണകാരണങ്ങളിൽ 2ാം സ്ഥാനമാണ് ആത്മഹത്യക്ക്. കുടുംബ പ്രശ്നങ്ങൾ, രോഗാവസ്ഥ, ലഹരിയുടെ ഉപയോഗം തുടങ്ങി ഓരോ ആളുകളുടെയും ആത്മഹത്യക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. 10 മുതൽ 90% ആളുകൾക്ക് ആത്മഹത്യ ചെയ്യുന്ന സമയം മാനസിക രോഗം ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പൂനം മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തൻ നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹാവോ, എന്തൊരു വിശപ്പ്! ഇനി വല്ലതും കഴിച്ചിട്ട് വന്നാലോ? നമ്മുടെ സഞ്ജനക്കുട്ടി നമുക്ക് കഴിക്കാൻ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമ്മയുടെ റെസിപ്പിയാണ്. അതിനായി നമുക്ക് ആദ്യം തന്നെ കുബൂസ് ഉണ്ടാക്കാം. അതിനായി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, വെള്ളം എന്നിവ ചേർത്ത് ഇളക്കി 20 മിനിറ്റ് പുളിക്കാനായിട്ട് വെക്കുക. മറ്റൊരു പാത്രത്തിൽ 1 കപ്പ് മൈദ, ഉപ്പ്, നേരത്തെ പുളിക്കാൻ വെച്ച ഈസ്റ്റ്, വെള്ളം എന്നിവ ചേർത്ത് മാവ് പരുവത്തിലാക്കി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ക്ലീൻ റാപ്പ് ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റിനായി വെക്കുക. ഇനി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, എരിവിനനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ഒലീവ് ഓയിൽ എന്നിവ ചേർത്ത് ഇളക്കി വെക്കുക. അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ചേർത്ത് 2 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു പാത്രത്തിലേക്ക് സവാള, തക്കാളി, ക്യാരറ്റ്, കുക്കുംബർ എന്നിവ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് നാരങ്ങാനീരും ഉപ്പും ചേർക്കുക. 2 മണിക്കൂർ റെസ്റ്റിനായി വെച്ച കുബൂസിൻ്റെ മാവ് 2ആക്കി മുറിച്ച് പരത്തി അത് ചുടുക. അതേപോലെ തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് ഗ്രിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഫില്ലിങ്ങിനായിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസും ചിക്കൻ ഗ്രിൽ ചെയ്ത് വെച്ചത് പീസാക്കി അരിഞ്ഞതും ഒരു പാത്രത്തിലേക്കിട്ട് അതിനോടൊപ്പം മയോണൈസും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. കുബൂസ് എടുത്ത് വെച്ച് അതിന് പുറത്ത് മയോണൈസ് തേച്ച് നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്ങും കൂടെ വെച്ച് വ്രാപ്പ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ഷവർമ റെഡി. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഔസേ ബച്ചൻ ഈണം പകർന്ന ഒരു വേനൽ പുഴയിൽ എന്ന ഗാനം ശ്രീപ്രിയ നമുക്കായി ആലപിക്കുന്നു. ആ മനോഹരമായ ഗാനം നമുക്കും ഒന്ന് കേട്ടു നോക്കിയാലോ? ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ, മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ, നെഞ്ചിലാലും മഞ്ചിരാതിൽ നാളം പോലെന്നാലും വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. You're listening to Radio Prior,
presented by Little Kites, St. Philomena's HSS Kunamav. സഹോദരർ ഒന്നിച്ചു വസിക്കുന്നത് എത്ര മനോഹരമാണ്. സെപ്റ്റംബർ 11 വിശ്വ സഹോദര്യ ദിനം. ഈ ദിനത്തിന്റെ സന്ദേശവുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അയന എലിസബത്ത്. യൂണിവേഴ്സൽ ബ്രദർഹുഡിൻ്റെ നിരവധി ലക്ഷ്യങ്ങളിലും സഹിഷ്ണുത, സത്യം, സമാധാനം എന്നിവ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനം. അതേസമയം സത്യം എക്സ്ക്ലൂസീവ് അല്ലെന്നും എല്ലാ പാതകൾക്കും, മതത്തിനും, തത്വചിന്തയ്ക്കും, സംസ്കാരത്തിനും സത്യത്തിൻ്റെ ഒരു ഭാഗമുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഭൗതിക പ്രബോധനത്തിനും ആത്മീയ വിദ്യാഭ്യാസത്തിനും വേണ്ടി കപടശാസ്ത്രം, കല, മതം എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വിശ്വാസം, ദേശീയത, ലിംഗഭേദം, സാമ്പത്തിക സ്ഥിതി എന്നിവയെ പരിഗണിക്കാതെ ആത്മാവിൻ്റെ അതിരുകടന്നതിനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് യൂണിവേഴ്സൽ ബ്രദർഹുഡിൻ്റെ ലക്ഷ്യം. ഈ സംഘടന വിഭാഗീയമാണ്. വ്യത്യസ്ത പാതകൾ, മതങ്ങൾ, തത്വചിന്തകൾ, സംസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് നിഷ്പക്ഷമായി ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ നടത്തുന്നു. യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന പദം മുഴുവൻ ലോകത്തിൻ്റെയും ഏകതത്വത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ തൊഴിലാളികൾ പോലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കെതിരായ യുദ്ധങ്ങളും വിവേചനവും കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും ഏറെ പുതുമകളോടെ സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൻ്റെ റേഡിയോ പ്രിയർ ജൈത്രയാത്ര തുടരുന്നു. നിങ്ങളും കൂടെ ഉണ്ടാകില്ലേ? അതുവരേക്കും ഇറ്റ്സ് മീ ഏഞ്ചൽ ആൽഫ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ